എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ബോർഡ് എക്സാം നടക്കുന്ന സ്ഥലത്താണ്, സെൻറ്ററിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ലുക്ക് ലൈക്ക് പോലെ തോന്നി എനിക്ക്. ഈ എന്താ പറയുക അതിന്, ആ ഗുൽമോഹർ ലീഫ് ആൻഡ് ട്രീ പോലെ. ഇപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഞാനിപ്പോൾ ഒരു ഷൂട്ടിങ്ങിലാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബോർഡ് എക്സാമിൻ്റെ പിള്ളേരോടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പോയി ക്ലാസ് എന്നൊക്കെ, എക്സാം എങ്ങനെ പോയിന്ന്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അഥവാ എൻ്റെ ഇൻ്റർവ്യൂ എങ്ങാനും ഇവരുടെ സൈറ്റിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിവിടെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇനി വരുന്ന വ്ളോഗിൽ ഇടാം. കൊടുത്തു, ഇത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും മാനേജ് ചെയ്തു. അപ്പോൾ അതേ പിള്ളേർ വന്നു തുടങ്ങി. ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോൾ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് മനസ്സിലാവും ലാസ്റ്റ് പേപ്പർ എങ്ങനെ പോയിന്ന്. ഇതുവരെ 12th എക്സാം നല്ല സോബറായിട്ടാണ് പോയിണ്ടായിരുന്നത്. ഒന്നും ടഫ് പേപ്പർ വന്നിട്ടില്ല കേട്ടോ. ഫിസിക്സ് മാത്രം കുറച്ച്, അത് നല്ല മോഡറേറ്റ് ആയിരുന്നു കേട്ടോ, അങ്ങനെ ടഫ് ഒന്നുമല്ല. അവളാണെങ്കിൽ ക്യാമറ ഷൈ ആണ്. അപ്പോൾ അവൾ പറയണ ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ മുടിയൊന്നും ശരിയല്ല എന്ന് പറയണം. ഞാൻ അവളോട് ചോദിക്കണം മാർക്ക് എങ്ങനെയുണ്ട്, പേപ്പർ എങ്ങനെയുണ്ടെന്ന്. അവൾ പറഞ്ഞു ഈസി ആയിന്നാ പറയണേ. ഇപ്പം എല്ലാ പിള്ളേരും ഈസി തന്നെയാണ് പറയും. അപ്പോൾ എല്ലാവരും വടി കൊടുത്തിട്ട് അടിക്കൂ എന്ന് പറയൂ. അവൾ പറയൂ അവളുടെ പേപ്പർ പൊട്ടയായാലും. അപ്പം നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ റിസൾട്ട് ഇനിയിപ്പോൾ മേലെ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എൻ്റെ 2 മക്കളും സ്കൂളിങ് കഴിഞ്ഞു. നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ഡൽഹി റോഡിൻ്റെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഡൽഹിയിലത്തെ DPS സ്കൂള്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 6 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്ര ഗ്രീനറി അല്ല, നല്ല വീതിയുള്ള റോഡ്, നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായി ഈ ഒരു ഏരിയ, നല്ല ഗ്രീനറി. പൊതുവേ നോയിഡ ഭയങ്കര ഗ്രീനറി നിറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മുടെ ഡൽഹി ഉണ്ട്, പക്ഷേ ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും ഗ്രീനറി ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഉള്ള സ്ഥലത്ത്, പാർലമെന്റ് ഏരിയയിൽ ആ സൈഡിൽ ഗ്രീനറി ഉണ്ട്. പക്ഷേ നോയിഡയിൽ അങ്ങനെയല്ല കേട്ടോ, ഫുള്ള് ഗ്രീനറിയാണ്, ഇപ്പോഴും നല്ല ഗ്രീനറിയാണ്. അപ്പം എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാലോ, ഞാൻ ഉള്ളിൽ എനിക്ക് ഒരു തൃശ്ശൂർ പൂരം ഫീലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ കയറി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇറങ്ങാണ്. എനിക്ക് നല്ല കുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല. സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്, ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? ദേശത്തിലേക്ക് ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയും കടക്കും. എവിടെയോ എന്തോ ഒരു തകരാറ്. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സ്കിൽസ് ഒക്കെ കണ്ടില്ലേ? അത് എക്സൈറ്റ്മെൻറ്റിൽ പ്രാന്തായി പോയി. അപ്പോൾ ഒരുവിധം അവിടെ ഇവിടെയും തട്ടാണ്ടി മുട്ടാണ്ടി വീട്ടിലെത്തി. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാനൊക്കെ മറന്നു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്. അപ്പോൾ അത് ഈവനിങ് വാക്കിന് ഇറങ്ങിക്കാണ്. രാത്രി 2 മക്കളുണ്ട്. മൂത്താൾ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് വാക്ക് ചെയ്തിട്ട് വരാം. ഇത്രയും നാളും കൂട്ടിലായിരുന്നില്ലേ എൻ്റെ മോള്, ഇരുന്ന് പഠിക്കലില്ലായിരുന്നു 12th ബോർഡ്. ഇപ്പോൾ കൂട്ടിൽ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അവളെ. ഒന്ന് കാറ്റും വെളിച്ചൊക്കെ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ട്രാക്കിന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ മുമ്പും. അപ്പോൾ കണ്ടോളൂ കാഴ്ചകൾ. നമ്മുടെ കൂടെ നിങ്ങളും വാക്ക് ചെയ്യും. നിങ്ങൾക്കൊക്കെ വാക്കിംഗ് ഇഷ്ടമാണോ? എനിക്ക് വാക്കിംഗ് അത്ര ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ ജിം ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ വാക്കിംഗ് ചെയ്തേ പറ്റുള്ളൂ. വാക്കിങ്ങും മസ്റ്റാണ്, കാർഡിയൊക്കെ. അപ്പോൾ നിങ്ങളും വാക്കിന് പോകാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യും കേട്ടോ. എൻ്റെ വാക്കിന് പോകുന്നുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്സ് ഡെയിലി നടക്കും? ഞാൻ കഴിയുന്നതും 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാൻ നോക്കും കേട്ടോ. എനിക്ക് വാക്കിംഗ് ഇഷ്ടമായിട്ടല്ല, എന്നാലും നടന്നേ പറ്റുള്ളൂ. അത് ഹെൽത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നടക്കും.
നടന്ന് ഒരു സൊസൈറ്റിയുടെ ഒരു 3-4 റൗണ്ട് അടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് അദ്ദേഹം ഇന്നത്തെ മൂണാണ് കാണിച്ചു തരുന്നത്. ഇന്ന് ആകാശത്ത് മൂൺ ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ബാൽക്കണി പകലൊക്കെ കണ്ടിട്ടില്ല, അപ്പോൾ ഇത് കണ്ടോളൂ. ഇതാണ് എൻ്റെ ബാൽക്കണിയുടെ രാത്രിയിലത്തെ വ്യൂ. എങ്ങനെയുണ്ട്? ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് കിട്ടണില്ലേ? നല്ല ഭംഗിയില്ലേ? എനിക്കതെ പകലത്തെ വ്യൂക്കാട്ടും ഇഷ്ടം എനിക്ക് കൂടുതൽ രാത്രി വ്യൂ ആണ്. ദിവാളി സമയത്തൊക്കെ കാണുമ്പോൾ സ്വർഗ്ഗലോകം പോലെയാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ എൻജോയ് ചെയ്യൂട്ടോ. ഇതോടെ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം, ഇനി വലിച്ചു നീട്ടണില്ല. അപ്പോൾ നിങ്ങൾ ഈ വ്യൂ ഒന്ന് കാണൂ. ഓക്കെ, ടാറ്റാ, ബൈ.